അങ്ങനൊന്നുമില്ല. നമ്മള് ഏത് തുണി എടുക്കും, വെള്ള തുണിയാണ് വെള്ള തുണി എടുക്കും, നീല തുണിയാണ് നീല തുണി എടുക്കും, പച്ച തുണിയാണ് പച്ച തുണി എടുക്കും, ചുവപ്പ് തുണിയാണ് ചുവപ്പ് എടുക്കും. അങ്ങനൊന്നുമില്ല. നമ്മള് പണിക്ക് ഏത് തുണി ഇട്ടാലും എന്താ അതും അങ്ങനൊന്നുമില്ല. ഉദയത്തിന് പോത്ത് 2 വയസ്സാവാതെ അറക്കാൻ പാടില്ല. 2 വയസ്സുള്ള പോത്തളെ നമ്മളിവിടെ കൊണ്ടുവരലുള്ളൂ. 2 വയസ്സാവാതെ ഒരു പോത്ത് നമ്മൾ കളവ് പറഞ്ഞ് ഇവിടെ പോത്തള കൊടുക്കണില്ല. നമ്മൾ 2 വയസ്സ് പോത്തായിക്കണമെങ്കിൽ ആൾക്കാർക്ക് വെട്ടിന് കൊടുക്കണുള്ളൂ പെരുന്നാൾക്ക്. അത് 2 വയസ്സാവാത്ത പോത്താളെ ഉദയത്ത് അറുത്താൽ അത് പൂർത്തിയാവില്ല. അപ്പം നമ്മൾ തെറ്റ് നമ്മൾ ചെയ്യൂല. നമ്മൾ നല്ലതിനെ 2 വയസ്സായ പോത്താളെ നമ്മൾ എടുക്കണുള്ളൂ. അത് മാത്രമേ നമ്മളിവിടെ കൊടുക്കണുള്ളൂ. പോത്ത് വൃത്തി നോക്കാം, ഇറച്ചി എത്ര തൂക്കണ്ട് നോക്കുക, ഹൈറ്റ് നോക്കുക, നീളം നോക്കുക, തൊലിക്കട്ടി ഉണ്ടോ നോക്കുക. ഹൈറ്റ്, നീളം, കൊമ്പ് ചെറുത് ഒക്കെ പോത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഹൈദരാബാദ് പോത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആന്ധ്രയിൽ നിന്നും ഹൈദരാബാദിലുള്ള പോത്താണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 6 6നും ഒരേ വില, 1,25,000 25,000. ലാസ്റ്റ് 1,18 കിട്ടിയാൽ കൊടുക്കാം. പോത്ത് വെള്ളം കാട്ടാൻ പോവാണ്. 6 പോത്തുണ്ട്. ഇതിൽ എല്ലാത്തിനും ഒരേ വിലയാണ്, 1,25,000. ലാസ്റ്റ് 1,18 കിട്ടിയാൽ കൊടുക്കാം. 1,18,000 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. പോത്ത് നല്ല പോത്താണ്. ഇതൊക്കെ ഇറച്ചി തൂക്കാം. ഇതൊക്കെ 2, 2.25, 2.5 ഉണ്ടാവും. ഈ കാണുന്ന പോത്തുകളൊക്കെ 72 ചോദിക്കണേ. ലാസ്റ്റ് 62 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. അതിൽ ഇനി കുറക്കലൊന്നുമില്ല. ലാസ്റ്റത്തെ വിലയാണ് 62. ഇനി പോത്തിന് കുറയണമെന്നുണ്ടെങ്കിൽ മുതലാളി മുനീറാക്കാനെ ബന്ധപ്പെട്ടാൽ മതി. ഈ കാണുന്ന പോത്തുകളൊക്കെ 75,000 റേറ്റുള്ള പോത്തുകളാണ്. ഈ 2 പോത്തിനും 95 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. ഒന്നിന് 95 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. ഈ പോത്ത് രണ്ടിനും ഒരേ വില. ഇനി വിലയിൽ കുറക്കണം എന്നുണ്ടെങ്കിൽ മുതലാളി മുനീറാക്കാനെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ കന്ന് നമുക്ക് നിലവാരത്തിൽ കിട്ടും, നിങ്ങൾക്ക് കൊടുക്കാം. പെരുന്നാൾക്ക് എല്ലാ കൊല്ലം ഇവിടെ ഉണ്ടാവും. നമ്മൾക്ക് കിലോന് 400 റുപ്യ വെച്ച് നമ്മൾ വെട്ടി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കന്ന് ഏതാ ഇഷ്ടപ്പെട്ട് നോക്കുക. അതിൽ എത്ര തൂക്കമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് 400 കിലോ വെച്ച് ഇറച്ചി വെട്ടി തരുന്നതാണ്. അപ്പോൾ കുറച്ച് മുമ്പാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുടിച്ചത്. എൻ്റെ പേര് സിനാൻ. ഞാൻ മലപ്പുറം കളക്ടറേറ്റ് ചെമ്മങ്കടവിലാണ് എൻ്റെ വീട്. ഞാൻ മുമ്പ് കന്നാളുകളെ നല്ല നോക്കണതും വിൽക്കണ ഒരാളായിരുന്നു. ഇപ്പം നമ്മളിവിടെ കൊണ്ടോട്ടി കൂട്ടാലങ്ങ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഫാം സ്ഥിതി കൊള്ളുന്നത്. ഇവിടെ ഞാൻ നാക്കാലികളെ കന്നുകളെ വെള്ളം കാട്ടുന്നു, തിന്നാൻ കൊടുക്കുന്നു. ഞാൻ +2 വരെ പഠിച്ചു. +2 കഴിഞ്ഞിട്ട് ഇതിന് ഇറങ്ങിയതായിരുന്നു. ഞാൻ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. ഹോട്ടല്, അതേമാതിരി ബത്തക്കച്ചവടം, ഹോട്ടലുകൾ, മന്തിക്കട, അതേമാതിരി പോത്ത് സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ നാട്ടിൽ ചെറിയ ചായക്കട തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി ചായമക്കാനിയിൽ ഊട്ടി മുണ്ടറമ്പ് ചായമക്കാനി നിന്നിട്ടുണ്ട്. അതുപോലെ റസും കടയിൽ നിന്നിട്ടുണ്ട് കുൻസാബിൽ. പിന്നെ വയനാട്ടിൽ പോത്തിന് ഫാമിൽ നിന്നിട്ടുണ്ട്. ചന്തയിൽ കന്ന് വിൽക്കാൻ പോകലുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ ഉണ്ടാവലുണ്ട്. അവസാനം ഇപ്പം എത്തിപ്പെട്ട സ്ഥലമാണ് നമ്മളെ കൊണ്ടോട്ടി കൂട്ടാലങ്ങ എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതിന് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോയിരിക്കും. ഇത് നമ്മുടെ സുഹൃത്താണ്. അപ്പം നമ്മളെ ഹെൽപ്പിങ്ങിനായിട്ട് ആൾ വരുന്നതാണ്. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് പുറത്ത് കറക്കും. പിന്നെ ഞങ്ങളെ കൊണ്ട് കെട്ടിയിട്ട് കുളിപ്പിച്ചിട്ട് തൗത്ത് കെട്ടും. തൗത്ത് കെട്ടി വൈക്കോലിട്ട് കൊടുക്കും. പിന്നെ ഉച്ചയാകുമ്പോൾ ഒന്നും വെള്ളം കാട്ടും. പിന്നെ വൈകുന്നേരം വെള്ളം കാട്ടും, പുറത്ത് കെട്ടും. നാളെ മുറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തേച്ച് മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കും. പിന്നെ പനി നോക്കാനെ വയ്ക്കും. ചെവിൻ്റെ അവിടെ തൊടുക, പനി നോക്കാൻ കഴിയും. അതുപോലെ കൊമ്പിന് മുറിയോ ഈച്ചകളോ കുളമ്പസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഉള്ളിൽ പനിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ നിൽക്കാൻ വയ്ക്കാത്ത കായം കിടക്കണം കുഴങ്ങി ക്ഷീണമുള്ള പോത്തിന് വരക്കുള്ള ഗുളിക കൊടുക്കാം, പനീൻ്റെ ഗുളിക കൊടുക്കാം. ഇവിടെ പയ്യുണ്ട്, ചേനുള്ള പയ്യാണ്. ഇത് കൊടുക്കാനുള്ളതാണ്. ഇത് കൊടുക്കാനുള്ള പയ്യാണ്. ചോദിക്കുന്ന വില 70 റുപ്യാണ്. 70 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. ആളുണ്ടെങ്കിൽ പോത്തളൊക്കെ ഇപ്പോൾ കുറച്ച് ഞാൻ ഉള്ളിൽ കയറ്റാനുള്ളതാണ്. കുറച്ച് നേരം വെയിലുള്ളിക്കുള്ളൂ. എന്തൊരു കയ കെട്ടാൻ കാരണം എന്ന് വെച്ചാൽ പോത്ത് തെങ്ങുമ്മ കെട്ടിയാൽ വരുത്തും.
ഈ വരുതാതെ വെക്കാൻ വേണ്ടിയാണ് ഇത് കയറുമ്പോ കെട്ടുന്നത്. മറ്റേ മുറിയാവും, വരുതി മുറിയാവും. ഉദയത്തിനാകുമ്പോ മുറി പാടില്ലല്ലോ പോത്താക്ക്, കണ്ടീഷൻ ആയിരിക്കണ്ടേ പോത്ത്. അപ്പൊ നമ്മൾ തെങ്ങുമ്പോ കെട്ടൂല, കയറുമ്പോ കെട്ടണം. ആ വരുതൂല, പോത്ത് വരുതി മുറിയാക്കും. അതുകൊണ്ടാണ് തെങ്ങുമ്പോ കെട്ടാത്തത്. കുറച്ചേരേ കെട്ടുള്ളൂ കയറുമ്പോ. ചോദിച്ചത് 1,25,000 1,25,000 ചോദിച്ച്. ലാസ്റ്റ് 1,18,000 ഉറുപ്പിക കിട്ടിയാൽ ലാസ്റ്റ് കൊടുക്കാം നമുക്ക്.